പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേമ്പാണേ, ചേമ്പ് മോരുകറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചേമ്പ് മോരുകറി ഉണ്ടാക്കാനായിട്ട് ഒരു മുറി തേങ്ങ, പച്ചമുളക്, വെള്ളുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് തൈര് ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചിട്ടേ മോര് പോലെ ആക്കിയതാണ്. മോരുകറി ഉണ്ടാക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി, കടുകിട്ടു. കടുക് പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇടാം. കുറച്ച് ഉണക്കമുളക് പൊട്ടിച്ചതിടാം. കറിവേപ്പില ഇടാം. മുറിച്ച് വെച്ച ചേമ്പിടാം. ഈ ചേമ്പ് കുക്കറിലിട്ട് വേണമെങ്കിൽ വേവിക്കാം, പക്ഷേ എനിക്കിത് കഷ്ണങ്ങൾ തന്നെ ആയിട്ട് കിട്ടണം, ഉടയാതെ. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ചേമ്പ് വെന്തുടയാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വ്യക്തമാവുകയും ചെയ്യും. ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ചെറുതീയിൽ വേവിക്കാം. ഇത് വെന്തിട്ടുണ്ടോ നോക്കട്ടെ. ഇതെങ്ങനെ എടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കഷ്ണം പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കാം. മോര് ചേർക്കാനുള്ളതാണ്, അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഇതൊരു മുറി തേങ്ങയും പച്ചമുളകും വെള്ളുള്ളിയും കൂടെ നല്ലോണം അരച്ചതാണേ. ഇതിലേക്ക് നമ്മൾ മോരെടുത്ത് വെച്ചില്ലേ, അതും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് കഷ്ണത്തിലേക്ക് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നല്ലോണം ഇളക്കുക. ഉപ്പുണ്ടോ നോക്കുക. കണ്ടോ, തിള ഇങ്ങനെ വരുന്നേ ഉള്ളൂ. നല്ലോണം തിളയ്ക്കാൻ പാടില്ല. തിള ഇങ്ങനെ വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞിട്ടില്ല. കണ്ടോ, ചേമ്പിൻ്റെ കഷ്ണം അതേപോലെ തന്നെ കിടക്കുന്നു. നല്ലോണം വെന്തിട്ടുണ്ട്. ഉടഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. കണ്ടോ, സംശയമുണ്ടോ ആർക്കെങ്കിലും വെന്തിട്ടില്ല എന്ന്? കണ്ടോ, അതാ നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടോ, അപ്പം നമ്മുടെ ചേമ്പ് മോരുകറി റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.